ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. അപ്പൊ ആ വിരല് മെഴുകണ്ട ഉമ്മ പറഞ്ഞ ഇടയ്ക്ക് കേട്ടോ. ഇന്ന് നമുക്കൊരു ചീരക്കറി വെക്കാം. ചീരയും പരിപ്പും കൂടി സിമ്പിൾ ആയിട്ട് കേട്ടോ. അധികം ഞാൻ പറഞ്ഞു മടുത്തു. അമ്മ സിമ്പിളായിട്ട് തന്നെയല്ലേ. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചീര കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയും? സാധനങ്ങള് ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഒരു മല്ലിപ്പൊടി അല്ല മുളക് പൊടി കുറച്ച് മതി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി. ഓക്കെ ഓക്കെ, അത്ര വേണം. അപ്പൊ നമുക്ക് ഇത് ജാംബോൻ പണ്ട് ഗുഹയിൽ ഉപയോഗിച്ച അതേ എന്താണ് ചട്ടിയാണത്. പണ്ട് ജാംബോൻ ഗുഹയിൽ ഉണ്ടായിരുന്നില്ലേ, അന്ന് പുരാവസ്തുക്കളുടെ ഇടയിൽ നമ്മുടെ ഏതോ കാരണന്മാര് അവിടെ എന്തിനോ കിടങ്ങ് തിന്നാൻ വേണ്ടി പോയപ്പോ അവർക്ക് കിട്ടിയ ചട്ടിയാണ്. എന്നാൽ അതിലുണ്ട് അമ്പടി കുരിശു, അമ്പടി കുരിശു. അപ്പൊ എല്ലാത്തിനും ഒരു മറുപടി വെച്ചിട്ടുണ്ട് അല്ലേ. അല്ല, പുതിയത് വരുമ്പോ അമ്മ പഴയത് കളയില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിച്ചതിന് ശേഷം അല്ല അവൻ ജനിച്ചത്. അപ്പൊ എന്നെ എന്നോ കട തന്നെ അമ്മ അല്ലേ. അല്ല, പറഞ്ഞതിലൊരു എനിക്കൊരു താക്കീതുണ്ട്. പുതിയത് വരുമ്പോ ഞാൻ പഴയത് കളയില്ല മോനെ എന്ന് വെച്ചാ, അങ്ങനെ കളയായിരുന്നെങ്കിൽ നീ ഇത്ര വലുതാവണ്ടാവുന്നില്ല. പകരം പുതിയത് അവൻ കിട്ടിയല്ലോ മുതൽ അവനെ മാത്രം വളർത്തുണ്ടാവുന്നു. ഇത്രയും വികൃതിയായ നിന്നെ ഒരിക്കലും വളർത്ത് ഞാൻ വലുതാക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ. ഉറപ്പ് അല്ലമ്മ? അങ്ങനെയല്ലേ അമ്മ പറയാൻ ഉദ്ദേശിക്കണത്? അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയോ? അല്ല, മനസ്സിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലോ അങ്ങനെ തോന്നിയോ? അപ്പൊ ഈ പഴയത് അല്ല പുതിയത്, പഴയത് വന്നാ പുതിയതിനൊക്കെ ആൾക്കാർ മറക്കുവോ? ആണോ? ആ, അല്ല, കാലം മാറുമ്പോൾ ഫാഷൻ മാറുമെന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ മാറ്റാൻ പറ്റുമോ? മനുഷ്യരുടെ കാര്യമല്ലല്ലോ പറഞ്ഞു, പാത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞു. അപ്പൊ നീ ഇതിനെ മനുഷ്യന്മാരുടെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ജാമ്പവൻ ഉപയോഗിച്ചാന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ, ചെറിയുള്ളി കൂടി നമ്മുടെ വീട്ടിലുണ്ടാവോ? ഇത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ വന്ന് കൊണ്ടുപോകും ആണല്ലോ. ഏതോ ശങ്കരം പണിത് ശശി വിറ്റതാണ്. അത്രേ ഇതൊരു പേര് പറയണല്ലോ എന്തെങ്കിലൊക്കെ. അപ്പൊ തക്കാളി ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. എന്താ എൻ്റെ ആലോചിക്കാനുള്ളൊരു കാര്യം എന്താ അറിയുക? ഇതിലിടാനുള്ളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാച്ചിട്ടാണ്. അല്ലെങ്കിൽ പറയും എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ചെക്കൻ കയറി ഓരോന്ന് പറഞ്ഞ്. എന്നാലും ഞാനത് മേടിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അവിടെ ചീരയിട്ട് പാലക്കുണ്ട് ഏതാ വേണ്ടത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു രണ്ടും ചീരയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ലമ്മ, ചോമ്പ് ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, പിന്നെ പാലക്കുണ്ട്. ഇതിൽ ഏതാ വേണ്ടത്? അപ്പോൾ പറയും അമ്മ ചീരയുണ്ട് പാലക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ പാലക്ക് മേടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ പാലക്ക് ചീര കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് പറയാം, അമ്മയല്ലേ എന്നോട് ചീര മേടിക്കാൻ പറഞ്ഞേ. പിന്നെ എന്തിനാ പാലക്ക് മേടിക്കാൻ പറഞ്ഞേ? എടാ, പാലക്ക് ചീര തന്നെയാണ്. അതല്ല അമ്മ, ആ ചുവന്ന ചീരയും പച്ച ചീരയും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്തായാലും പാലക്ക് മേടിക്കാൻ പറഞ്ഞു. പിന്നീട് എടാ വേണ്ട, പാലച്ചീര, ചുവന്ന ചീര, പച്ചച്ചീര, ഉരുവച്ചീര, ഇതൊക്കെ ചീരകൾ തന്നെയാണ്. എന്നാ പിന്നെ അവർക്ക് അത് പറഞ്ഞ് വിറ്റാ പോരെ. ചീര പാലക്ക്, ചീര പാലക്ക്. ചീര വേറെ പാലക്ക് വേറെ. അയ്യോ, എന്താ പറയുക. അപ്പൊ എനിക്ക് വിവരമില്ല എന്ന് അമ്മ ഇങ്ങനെ തീരുമാനിച്ചു. അപ്പൊ വിൽക്കുന്ന ആൾക്ക് വിവരമില്ല. അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് തന്നെ വന്നിട്ട് ഇത്രയും പ്രാവശ്യം ചോദിക്കുമോ? വന്നിട്ടല്ല, അവിടെ തന്നെ അതന്നെ, അത് രണ്ടും ചീര തന്നെ എന്ന് പറഞ്ഞില്ലേ ഞാൻ. എന്നിട്ട് ഇതാ ഈ പച്ചമുളക്. ഇതിൽ കൂടുതൽ പച്ചമുളകിന്റെ ഇതാണ്. അമ്മ എന്താ പെട്ടെന്ന് ക്ഷീണന്മാര് സുന്ദരിയായല്ലോ?
എന്താ സംഭവിച്ചത്? ക്ഷീണം മാറേ, ക്ഷീണം എനിക്ക് പൊതുവെ അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ അതാ ഒരിത്തിരി ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ആ ചിരണ്ടി എടുക്കൽ കണ്ടോ? ഒരു പൊടി ആ കപ്പിൽ ബാക്കി വരാൻ പാടില്ല. അത് തിരിച്ച് ഡബ്ബിയിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേസ്റ്റ് ആവരുത് പറഞ്ഞിട്ട് അതിനെ ചിരണ്ടി എടുക്കും. അപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ വിരൽ കൊണ്ട് ഞൊരണ്ടിട്ടും കൂടി പിന്നെ വേസ്റ്റ് ആക്കാൻ പാടുമോ? ഇല്ല, ഞാൻ പറഞ്ഞു ആ പാത്രത്തിൽ അങ്ങനെ ഇരിക്കില്ലേ? ഇരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഡബ്ബിലേക്ക് തിരിച്ചിടാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോ അപ്പുറത്ത് അമ്മയുണ്ടെന്ന് വെച്ചോളൂ. ഞാൻ ഇവിടെ ഓ എൻ്റെ അമ്മ ഒരു സ്ഥലത്ത് നിൽക്കല്ല. ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു സന്ദർഭം അമ്മ ചെയ്ത കാര്യത്തിൽ 100% ഞാൻ പറയട്ടെ, ഏതോ ഒരു സന്ദർഭം നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തു. ആ കാര്യം അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് തെറ്റായിട്ട് തോന്നി എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ രണ്ടും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ നമ്മുടെ ആത്മീയരെന്നൊക്കെ വിളിക്കുക, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ വിളിക്കുന്ന അവരെ ആണല്ലോ. അങ്ങനെയുള്ള സമയത്ത് എതിരിൽ നിൽക്കുന്ന ആൾക്ക് അമ്മ ചെയ്തത് തെറ്റാണെന്ന് തോന്നുകയാണ്. അങ്ങനെ തോന്നിയിട്ട് അവർ നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് അമ്മ ചെയ്തത് ശരിയാണെങ്കിലും എന്തുകൊണ്ടാണ് ചില മനുഷ്യർ, ചിലരട്ടോ അമ്മയല്ല കേട്ടോ, ചില മനുഷ്യർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കണം എന്ന് വെച്ചാൽ അവർ പറയണതൊക്കെ ദേഷ്യം കൊണ്ട് നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാവുന്നുള്ള ഉറപ്പുണ്ടായിട്ടും കൂടിയും എന്തുകൊണ്ടാണ് നമ്മൾ മൗനം പാലിക്കുന്നത്? ആ മൗനം പാലിക്കുന്നത് തോറ്റു കൊടുക്കലാണോ? അത് ആ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരോടുള്ള ഭയം കൊണ്ടാണോ? അല്ലെങ്കിൽ ബന്ധം എന്തോ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ നഷ്ടപ്പെടുന്നുള്ള ഫീലിംഗ് കൊണ്ടാണോ? അത് ഒരുപാട് താന്നു കൊടുക്കുന്ന ആ സ്വഭാവം ശരിയാണോ തെറ്റാണോ? അതെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നേരിൽ നിൽക്കുന്ന ആൾക്കാർ. ഏത് സന്ദർഭം? അല്ല, നേരത്തെ അമ്മ എന്നോട് ഇങ്ങനെയാണല്ലോ ചോദിച്ചത്. ഏതാണെങ്കിലും അപ്പൊ നമ്മുടെ നേരിൽ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് വേണം. ഇപ്പൊ നേരിൽ നിൽക്കുന്ന ആൾക്കാരല്ല ചോദിക്കണത്, നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആളാ ചോദിക്കണത്. അപ്പോഴോ അപ്പൊ നമ്മളോട് അവര് തെറ്റന്നെ പറയാണെന്ന് വെച്ചോ, അവര് അത് തെറ്റിദ്ധരിച്ചിട്ട് പറയാണ്. ആ സമയത്ത് നമ്മള് ഒന്ന് മൗനം പാലിച്ചിട്ട് അവര് പറയണത് തന്നെയാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുത്താൽ ആ ബന്ധം അവിടെ നിലനിൽക്കും. മനസ്സിലായില്ലേ? അതിന്റെ പകരം ഞാന് നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയും. അപ്പൊ അവരതിന് സദ്വിരോധമായിട്ട് അവർ ഇങ്ങോട്ട് പറയും, അപ്പൊ ഞാൻ വേറെ ഒന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അത് വലിയൊരു വഴക്കായി മാറും. പിന്നെ ആ ബന്ധം നിലനിൽക്കുമോ? അപ്പൊ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് മനസ്സിലാവും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലോ മാസങ്ങൾ കഴിഞ്ഞോ കുറച്ച് കാലം കഴിഞ്ഞാൽ അയ്യോ ഞാൻ അന്നാ പറഞ്ഞത് തെറ്റായിരുന്നു, എന്നിട്ട് പോലും അവർ മൗനം പാലിച്ച് അവരാ വിട്ടുവീഴ്ച ചെയ്തു. എത്ര സ്നേഹമാണെന്ന് തോന്നുമ്പോ അവർക്ക് നമ്മളോടുള്ള ബഹുമാനവും സ്നേഹം ഒന്നും കൂടി കൂടും. അപ്പൊ എത്ര മഹത്തായ മനസ്സിന്റെ ഉടമയാന്ന് ചിലപ്പോൾ നമ്മുടെ സ്വയം മറ്റുള്ളവർ നമ്മളെ പറയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊരു നന്മയുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാർ ആ നിമിഷം ദേഷ്യം കൊണ്ട് വരുന്ന കാര്യങ്ങൾ അതങ്ങോട്ട് കഴിഞ്ഞ് പൊക്കോട്ടെ, അതിനുശേഷം ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. കാരണം എന്താ അറിയോ, ഈ സ്നേഹബന്ധങ്ങൾ പറഞ്ഞ ഒരു ചങ്ങല പോലെയാണ്. ഈ ചങ്ങല കണ്ടിട്ടില്ലേ? നമ്മൾ എത്രത്തോളം അതിനെ പോളിഷ് ചെയ്ത് അതിനെ വൃത്തിയാക്കി വെക്കും, അതുവരെ ആ ചങ്ങല നല്ല സൗന്ദര്യത്തോടു കൂടി ശക്തിയോടു കൂടി ഉണ്ടാവും. അതിന് നമ്മൾ പൊടി തട്ടാണ്ടും ശ്രദ്ധിക്കാണ്ടൊക്കെ എത്ര വലിയ ഇരുമ്പിൻ്റെ ചങ്ങലയാണെങ്കിൽ ഒരു ദിവസം തുരുമ്പ് പിടിച്ചു പോകും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആക്രിക്കാർ പെറുക്കി കൊണ്ടുപോയിട്ട് വേണ്ടാത്ത സ്ഥലത്ത് തട്ടി പൊട്ടി കഷ്ണാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിച്ചെളിയും. അതിൻ്റെ പകരം നമ്മുടെ സ്നേഹചങ്ങല എങ്ങനെ എന്നും അതേപോലെ എന്താ പറയുക മിനുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തലമുറകൾ കഴിഞ്ഞാലും പറയും ഇങ്ങനെ ചിലരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചവരാണ്, അതുകൊണ്ട് ഇതുപോലെ ജീവിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഭൂമി ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ജീവിച്ചവരാണെന്ന് ഒരു എക്സാമ്പിൾ കൊടുക്കാനെങ്കിലും ആരെങ്കിലൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പറയാം. അതുപോലെ തന്നെ അമ്മ ഈ തിരമാലകളെ കണ്ടിട്ടുണ്ടോ? കടൽ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നീ സൂര്യൻ, ചന്ദ്രൻ, കടല് ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ഇതൊക്കെ തന്നെ വരും. ഇതൊക്കെ തന്നെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ച അല്ല ഗ്രാമഫോണിൻ്റെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള പഴയ പാട്ട് പോലെ അമ്മ ഇതന്നെ പറയാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ കടലിലെ തിരമാലകൾ കണ്ടിട്ടില്ലേ? ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് പോലും ആ തിരയെ വന്നൊന്ന് ചെറുതായിട്ട് വന്നൊന്ന് സ്പർശിച്ച് തലോടി ഒരു ഈറനൊക്കെ അണിയിച്ച് തിരിച്ചു പോണത് കണ്ടിട്ടില്ലേ? തിരിച്ച് ആ കരയെ തൊട്ട് സ്പർശിച്ചിട്ട്
തിരിച്ച് കടലിലേക്ക് തന്നെ മടങ്ങുന്നത് കണ്ടിട്ടില്ലേ? പക്ഷെ എന്നാലും ആ തിരമാലകൾ ഒരിക്കലും അങ്ങോട്ട് വരുന്നതും അതിന് തറോടുന്നതും പോകുന്നതും ഒരിക്കലും നിർത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കടമയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതേപോലെ തന്നെ ചില മനുഷ്യർ, ചില വിട്ടുവീഴ്ചകൾ, ഇതൊക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രതയ്ക്ക് ഭയങ്കര അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്നും ശാശ്വതമായി നിൽക്കണമെങ്കിൽ അവൻ്റെ മനസ്സിലൊക്കെ സ്നേഹത്തിൻ്റെ ഒരു ഈർപ്പം പകരുക എന്നൊക്കെ പറയില്ലേ, പകർന്നു പോവുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. നമ്മുടെയൊക്കെ ഈ കടലിൻ്റെ തിരമാല എങ്ങനെയാണോ കടലിലേക്ക് മടങ്ങിപ്പോണത്, അതേപോലെ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മുടെ സൃഷ്ടാവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിച്ച ഭഗവാനിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ ചെറിയൊരു ഈർപ്പം, സ്നേഹത്തിൻ്റെ ഈർപ്പല്ലേ, അത് പകർന്നു വെച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ പേരാണ് സിഗ്നേച്ചർ. അല്ലാണ്ട് അച്ഛൻ തന്ന പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ഒരു സിഗ്നേച്ചർ ഇടുക, അല്ലെങ്കിൽ ആരുടെ കടം മേടിക്കാൻ വേണ്ടി ചെക്കിൽ ഒരു സിഗ്നേച്ചർ ഇടുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം കൊടുക്കാൻ വേണ്ടി സിഗ്നേച്ചർ ഇടുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടുന്ന സിഗ്നേച്ചറിന് ആ കടലിൻ്റെ തിരമാലകളെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുക. സത്യമാണ്, ഒന്നും പ്രതീക്ഷയില്ല, പക്ഷെ അതിൻ്റെ കടമ അതിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മൗനമായി വന്ന് പാട്ടുപാടി, മൗനമായിട്ടല്ല കേട്ടോ, അലകളുടെ ശബ്ദം ഉണ്ടാക്കി വന്ന് പാട്ടുപാടി ആ കരയെ ഒന്ന് ചുംബിച്ച് തിരിച്ചു പോവും, പ്രണയിച്ച് തിരിച്ചു പോവും. അങ്ങനെയൊക്കെ കവികൾ പറയട്ടോ. അങ്ങനെ എൻ്റെ അമ്മോ. അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചു പോകണ പോലെ നമ്മുടെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആന്യങ്ങൾക്ക് ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഈർപ്പം പകർന്നു പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സിഗ്നേച്ചർ. അപ്പോൾ എങ്ങനെയാണ് അതൊന്നും പ്രതീക്ഷിക്കാത്തത്? അതുപോലെ തന്നെ നമ്മളും നമ്മുടെ വാശി ജയിക്കണം എന്നൊരിക്കലും വിചാരിക്കരുത്, നമ്മുടെ വൈരാഗ്യം ജയിക്കണം എന്ന് വിചാരിക്കരുത്. വൈരാഗ്യം വാശിയും ജയിച്ചു കഴിഞ്ഞാൽ ബന്ധം മുടഞ്ഞ പാല് പോലെ ആവും. പക്ഷെ ഒരിക്കലും ആ സ്നേഹം ഒരിക്കലും പിന്നെ നിലനിൽക്കില്ല. ഒരു വാശം പൊട്ടിപ്പോയ ചില്ല് പോലെ ജീവിതം തകർന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ പണ്ടത്തെ പോലെ ആവില്ല. അപ്പോൾ ചില ബന്ധങ്ങളൊക്കെ അഹങ്കാരത്തിൻ്റെ പേരിൽ, വാശിയുടെ പേരിൽ, വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ ഞാനാണോ വലുത്, നീയാണോ വലുത് എന്ന് നിൽക്കുമ്പോൾ രണ്ടുപേരും വലുതാവാതെ ഈ ലോകത്ത് നിന്നപ്പുറത്ത് വളരെ ചെറുതായി മറ്റുള്ളവർക്ക് കൈകൊട്ടി ചിരിക്കാൻ വേണ്ടി ഒരു ഹാസ്യ കഥാപാത്രം അല്ലെങ്കിൽ വിരൽ ചൂണ്ടാൻ നമുക്ക് തന്നെ വഴിയൊരുക്കി കൊടുക്കുന്നതിൻ്റെ പേരാണ് വിട്ടുകൊടുക്കാത്ത മനോഭാവം. വിട്ടുകൊടുക്കുന്ന മനോഭാവം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ ഒരു ജയം മാത്രമാണ് ജീവിതം, കുടുംബം, ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്ന ജയം അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാവോ? ചീത്ത പറയോ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എല്ലാം ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ഭക്തരാണ്. ഇപ്പോൾ അമ്മ ഒരു ഭക്തയാണ്, ഞാൻ ഒരു ഭക്തനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് എപ്പോഴേനൊക്കെ ഭക്തനാവാറുണ്ട്. എൻ്റെ കാര്യം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഭക്തിയായിരിക്കും. അതിപ്പോൾ ദൈവത്തിനോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടായാലും ഒരു സ്വാർത്ഥ ഭക്തി എൻ്റെ ഉള്ളിലുണ്ട്. ആ നിമിഷം അതുണ്ടല്ലോ, അതവിടെ കിടക്കട്ടെ. അമ്മേനെ പോലെയുള്ള നല്ല ഭക്തിയുള്ള ആൾക്കാരിനെ പറ്റിയൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയും പറയണത് കേൾക്കുന്നുണ്ട്, ഇപ്പോൾ അമ്പലങ്ങളിലൊന്നും പണ്ടത്തെ ഒരു ഭക്തിയുള്ള ജനങ്ങൾ വരാറില്ല. വസ്ത്രധാരണയാവട്ടെ, അവിടെ വരുമ്പോൾ ഉള്ള സാഹചര്യങ്ങളാവട്ടെ, ഇതൊന്നും പണ്ടത്തെ പോലെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകണില്ല. ഫോർ എക്സാമ്പിൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് കാശ് കൊടുക്കണം, ആദ്യം കയറി പോകണു, അല്ലാത്തവൻ ക്യൂവിൽ നിന്ന് തലചുറ്റി വീഴണു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ആ ഭഗവാനെ സന്ദർശിക്കാൻ പോകണില്ല. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പലരും പല രീതിയിലും പറയും. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിൽ പറയുമ്പോൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു കണക്കിന് ഭക്തിയാണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭക്തിയില്ലാതെ ജീവിതമില്ല. നമ്മുടെ ദുഃഖത്തിനെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തിനെ വിളിക്കാണ്ടിരിക്കില്ല എന്ന സത്യമുള്ളത് കൊണ്ട് എല്ലാ മനുഷ്യരും ഭക്തരായതുകൊണ്ട് ഈ ഭക്തിയോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? ഇതിന് ഇങ്ങനെയൊക്കെ ചോദിക്കണോ? 2 വാക്കും കൂടി ചോദിച്ചാൽ പോരാ മോനെ. എന്തോരം BBC ന്യൂസ് പറയുമ്പോഴാണ് ചെക്കൻ പറയണത്. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ഒരു സ്ത്രീ നമ്മുടെ മലയാളം നന്നായിട്ടുണ്ടെന്ന് പറയാൻ അമ്പലത്തിന്റെ അടുത്താണ് വീട്. ഓ, അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ അമ്പലവാസി എന്ന് വിളിക്കുക. എല്ലാ ദിവസവും കുളിച്ച് അവരെയാണ് അമ്പലവാസി എന്ന് വിളിക്കുക. അമ്പലത്തിന്റെ അടുത്ത് വീട് വെച്ചവരല്ല. വന്നിട്ട് അമ്പലത്തിൽ തൊഴുത്, കുളി കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വെള്ളം പോലും കുടിക്കും. അങ്ങനെ ഒരു സ്ത്രീയാണ്. അപ്പൊ അത്രയും വലിയ ഭക്തയാണ് അവര് അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ അമ്പല പരിസരത്തുള്ള ഓരോരോ കാഴ്ചകൾ അവർ കാണാനിടയായി. അതായത് ചിലർ അമ്പലത്തിൽ മൊബൈൽ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നു, അത് പൊട്ടിച്ചിരിക്കുന്നു, അതും കഥകളൊക്കെ പറയുന്നു. പിന്നെ ചിലർ കൂട്ടം കൂടി നിന്നിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നു.
പലതും ഇങ്ങനെ അവരുടെ ദൃഷ്ടിയിൽ കണ്ടപ്പോൾ അവർക്ക് തോന്നി, അയ്യോ ഇതൊക്കെ അമ്പലം എന്ന് പറഞ്ഞ ഒരു പരിശുദ്ധമായ സ്ഥലമാണ്, അവിടെ വന്ന ഭക്തി മാത്രമാണല്ലോ പണ്ടൊക്കെ, നേരെ കുടിച്ചു വരും, തൊഴുകും, പ്രദക്ഷിണം വെക്കും, പ്രസാദം മേടിച്ച് പോകും, അങ്ങനെയായിരുന്നു. വസ്ത്രധാരണയാണെങ്കിലും അങ്ങനെ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മാറി. എന്താ അവിടെ കാണുന്നത്? ഇനി ഈ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിന് പോലും ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇവർ ഉള്ളിൽ വന്നിട്ട് മനസ്സിലുറച്ചു, ഇനി ഞാൻ അമ്പലത്തിൽ വരുന്നില്ല, എൻ്റെ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു വിഷമമാണെന്ന് അവരുടെ മനസ്സിൽ അവരൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഇവർ തൊഴുത്, പൂജാരി എന്നും ഇവർക്ക് പരിചിതനാണല്ലോ, ദിവസം വരുന്ന അപ്പോൾ ഒരു വിശേഷപ്പെട്ട ചോറ്, നാളെ തൊട്ട് ഞാൻ വരില്ല കേട്ടോ അമ്പലത്തിലേക്ക്, എന്നെ കാണില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ചോളാം. അപ്പോൾ ചോദിക്കും എന്താണ് കാരണം എന്ന് ചോദിക്കും. ആരാ ചോദിക്കണത്? പൂജാരി. പൂജാരി. ഞാൻ വിചാരിച്ച ആരാണാവോ. അപ്പോൾ പറയും അത് എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഓ അതാണോ, ശരി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ എന്തായാലും നിങ്ങൾ നാളെ മുതൽ വരില്ലല്ലോ, അപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് പൊക്കോളൂ എന്ന് പറയും. എന്താണെന്ന് പറയുമ്പോൾ അയാൾ ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കും, തുളുമ്പ വെള്ളം കൊടുത്തിട്ട് പറയും, ഈ പാത്രം നിറയെ വെള്ളം തീർത്ഥജലം കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങൾ ഈ അമ്പലത്തിലൊരു പ്രദക്ഷിണം വെച്ചു വരൂ, ഇതിലൊരു തുള്ളി വെള്ളം പോലും താഴെ പോകരുത്, നിങ്ങൾ അത് ചെയ്തിട്ട് വന്നോളൂ, എന്നിട്ട് നിങ്ങൾ നാളെ മുതൽ വരണ്ട, അതൊന്നും മുഴുവൻ ഇത്രയും കാലം നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ വന്നതല്ലേ, അപ്പോൾ ഇത് ചെയ്തിട്ട് പൊക്കോളൂ. അപ്പോൾ ഇവർ ഓ നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞ് ഇവരും അതുപോലെ. അപ്പോൾ ഇവർ ആ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അവരുടെ ശ്രദ്ധ മുഴുവൻ ആ പാത്രത്തിൽ നടക്കുമ്പോൾ മെല്ലെ നടന്ന ആ പാത്രത്തിലെ വെള്ളം തുളുമ്പാതെ ഏകാഗ്രത മനസ്സിൻ്റെ, അങ്ങനെ അവർ പ്രദക്ഷിണം വെച്ച് വന്നിട്ട് പൂജാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും പോയില്ല. ഇതാ അവർ. അപ്പം പറയും ഇപ്പോൾ നിങ്ങൾ ഈ ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? അതൊരു പാത്രത്തിൽ വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. ഇതൊരു പാത്രത്തിൽ വെള്ളമുണ്ട് അതല്ല. അപ്പൊ പറയും ഇതേ നിങ്ങൾ ഈ വെള്ളം വളരെ ഏകാഗ്രതയോടെ, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഈ വെള്ളത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രദക്ഷിണം വെച്ചു, ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് പോയില്ല, ചുറ്റുപാടൊന്നും നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ, ഈ എല്ലാ ചുറ്റുപാടുകളും ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അതിനെ ഒന്നിനും ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ വെള്ളം പോകരുത് എന്നുള്ള ഇതിലായിരുന്നു നിങ്ങളുടെ മനസ്സ്. അത് നിങ്ങളുടെ മനസ്സർപ്പിച്ചതുകൊണ്ട് നിങ്ങൾ ചുറ്റും നടക്കുന്നതൊന്നും കണ്ടില്ല. അതുപോലെ തന്നെയാണ് ചുറ്റും എന്തോ നടന്നോട്ടെ, പക്ഷെ നമ്മൾ വരുന്നത് ഭഗവാനെ കാണാനും ധ്യാനിക്കാനാണ്. നമ്മുടെ ദൃഷ്ടി അവിടേക്കൊന്നും പോകരുത്. അപ്പം നിങ്ങളും തെറ്റ് ചെയ്തില്ലേ? നിങ്ങളുടെ ശ്രദ്ധ ഇപ്പം അവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചു, കുടുംബകാര്യങ്ങൾ സംസാരിച്ചു, അത് ഇതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങളുടെ ശ്രദ്ധ അവരിൽ എങ്ങനെ നിങ്ങൾ പതിച്ചു? അപ്പം നിങ്ങളും തെറ്റ് ചെയ്തില്ലേ? നിങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് നിങ്ങൾ നോക്കിയത് കൊണ്ടാണല്ലോ അതൊക്കെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഭഗവാനെ മാത്രം ധ്യാനിച്ചു വരുന്ന നിങ്ങൾ എന്തിനാണ് ചുറ്റുപാട് ശ്രദ്ധിച്ചത്? അപ്പൊ അതും തെറ്റല്ലേ? അവരവർ ചെയ്യുന്ന കർമ്മങ്ങള് മനസ്സിരുത്തി അവർ ചെയ്യുക, ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഭക്തിയൊടച്ച്. അല്ലാണ്ട് മറ്റുള്ളവർ അത് ചെയ്തു ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല, ആ പരിസരം ശരിയല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇനി അമ്പലത്തിലേക്ക് വരണോ വേണ്ടേന്ന്. നല്ലൊരു പൂജാരിയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു പറഞ്ഞാൽ, എല്ലാവരും അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിനോട് ശ്രദ്ധയില്ലാണ്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ സ്ത്രീ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും. പക്ഷേ ഇവരൊക്കെ കുറ്റം പറയുമ്പോൾ ഈ സ്ത്രീ എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ കേന്ദ്ര ബിന്ദു എന്താണ്? എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോണത്? അമ്പലത്തിലോ പള്ളിയിലോ നമ്മൾ പോണത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ വസ്ത്രധാരണ എങ്ങനെയാണ്, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മുഴുവൻ ശ്രദ്ധിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ ഇവർക്ക് ഏകാഗ്രത ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവനവനുള്ള കുറവ് നിൻ്റെ ഉള്ളിലെ നിന്നെ അറിഞ്ഞാൽ ബാക്കി ഒന്നിനും കുറ്റം പറയാൻ നിനക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ പരിപ്പും ചീരയും കൂടെ ഇല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ, അധികം സാധനങ്ങളൊന്നുമില്ല, ഒന്നും വേണ്ട, പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു അവിയലോ എന്തെങ്കിലും വേണം. ഇതുപോലത്തെ ഒരു ചട്ടി നിങ്ങൾ മേടിക്കാൻ മറക്കരുത്. അപ്പൊ ടേസ്റ്റ് നന്നായിരിക്കും. അങ്ങനെയല്ല, ടേസ്റ്റ് നന്നായിരിക്കും. ചട്ടി എത്രത്തോളം പഴകുന്നോ ചട്ടി എത്രത്തോളം പഴകുന്നോ അത്രത്തോളം നന്നായിരിക്കും. ആയിക്കോട്ടെ. അപ്പൊ കണ്ടില്ലേ ഇത്. ഇനി ഒരു കുറച്ചൊരു തട്ടിക്കൂട്ടി ഒരു അവിയലും കൂടെ ഉണ്ടാക്കുന്നു. ആരെ തട്ടിക്കൂട്ടിട്ട്? അല്ല, കുറച്ച് പച്ചക്കറി ഇതൊക്കെ പറഞ്ഞതിന് എന്നെ തട്ടിക്കൂട്ടിട്ട് അമ്മ വേറെ അവിയൽ ഉണ്ടാക്കും. അപ്പൊ ഇതാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കറിയൊക്കെ. അപ്പൊ നിങ്ങളും ചീരയും കൊണ്ട് ഇങ്ങനെ ഒരു കറി വെക്കും. നാളികേരം ഒന്നും വേണ്ട, ആരോടും പറയണ്ട, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? എല്ലാരും കേട്ടു. ഓക്കെ. അപ്പൊ ഇതിന് നാളികേരം ഒന്നും വേണ്ട. കണ്ടില്ലേ, നല്ല ടേസ്റ്റ്. ഇതൊക്കെ കുട്ടി കഴിക്കാൻ
പറയും. എന്നിട്ട് ഞാനൊരു അവിയലും കൂടി വെക്കുന്നുണ്ട്. പിന്നെ അച്ചാർ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇത് തരും. ഇതല്ല കേട്ടോ, ഞാൻ എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ. അപ്പൊ